ഹായ് ഫ്രണ്ട്സ്, സ്റ്റേറ്റ് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഇൻവെർട്ടറിൻ്റെ LED ഡിസ്പ്ലേയെക്കുറിച്ചാണ്. അപ്പോൾ ഈ LED ഡിസ്പ്ലേയിൽ ഒരു LED ചാർജിങ് ആകുന്നതിന് ഇൻഡിക്കേഷൻ തരുന്ന LED വർക്കാകുന്നില്ല. അപ്പം ഈ ഡിസ്പ്ലേ അല്ല, അപ്പം ഇതേപോലെ സെയിം ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഊരിയെടുത്ത് ആ ഡിസ്പ്ലേയിൽ ആ പ്രോബ്ലം സോൾവ് ആക്കി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വെറും സാധാരണ നമ്മൾ കാണുന്ന LED ആണ്. അപ്പോൾ LEDയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഞാനിവിടെ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത്തെ LED ഗ്രീൻ എന്ന് പറഞ്ഞ LED എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടിയുള്ളതാണ്. അപ്പം ഈ LED ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന LED ആണ് ഇപ്പം ഫാൾട്ടായിട്ട് കംപ്ലൈൻ്റ് ആയ ഒരു LED ആണ്. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പം LED ഡിസ്പ്ലേയിൽ ഇത് ഓണാകത്തില്ല. ബാറ്ററി ചാർജ് ആകുന്ന സമയത്തും ഇത് ഓണാകത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് കംപ്ലൈൻറ്റ് ഇപ്പോൾ എന്നോട് പറഞ്ഞു, കസ്റ്റമർ പറഞ്ഞു ഇങ്ങനെ ചാർജിങ് ടൈം ഇതിനകത്ത് ചാർജ് ആകുന്നില്ലെന്ന് അറിയത്തില്ല, അതിലും LED വർക്കിംഗ് അല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചെന്ന് ചെക്ക് ചെയ്തപ്പം അവിടെ മെയിൻ്റനൻസിന് ചെയ്യുന്ന സമയത്ത് ചെല്ലാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെന്ന് അഴിച്ച് ഞാൻ LED എടുത്തുകൊണ്ട് വന്ന് വേറൊരു LED സെയിം LED റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച LED ഡിസ്പ്ലേ എന്ന് പറഞ്ഞ എടുത്ത് അതിനകത്ത് ഇട്ട് കൊടുത്ത് റീപ്ലേസ് ചെയ്തു. അപ്പം ആ ഫാൾട്ടി ആയ LED ആണ് ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു അഡാപ്റ്റർ വെച്ച് ഈ LED വർക്കാകാത്ത LED ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത് വർക്കാകുന്നുണ്ട്. അപ്പം ഞാൻ കൊടുത്തേക്കുന്ന വോൾട്ട് 7.8 വോൾട്ടാണ്. റെസിസ്റ്ററാണ് 1K റെസിസ്റ്റർ ത്രൂ ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പം 10 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. 10.8 വോൾട്ടാണ് അഡാപ്റ്റർ ത്രൂ LED കൊടുത്തിട്ടുണ്ട്. അപ്പോൾ LED വർക്കിംഗ് ആണ്. പക്ഷേ ആ ഡിസ്പ്ലേയിൽ നമ്മൾ ഈ LED കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാകത്തില്ല. ഞാൻ LED വരുന്ന വോൾട്ടേജൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പം അവിടെ LED വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വോൾട്ടേജ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറൊരു LED റീപ്ലേസ് ചെയ്തപ്പോൾ അത് വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഫാൾട്ടി ആയിട്ടുള്ള LED ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ വർക്കാകുന്നുണ്ട്. പക്ഷേ ഞാനിത് ഒരു മൾട്ടിമീറ്ററിൽ ഈ LED ഡയോഡ് മോഡിൽ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം LED വർക്കാകുന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ മൾട്ടിമീറ്ററിൽ ഡയോഡ് മോഡ് സെലക്ട് ചെയ്തു. അപ്പം മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് നമ്മൾ LEDയിൽ കണക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ ഒരു ക്രോക്കോഡിൽ ക്ലിപ്പ് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വേറൊരു LED കണക്ട് ചെയ്ത് കത്തിച്ച് കാണിക്കാം മൾട്ടിമീറ്ററിൽ. ഇപ്പം ഈ ഒരു LED കണ്ടോ, 1.8 വോൾട്ടാണ് ഈ LED എടുക്കുന്നത്. ഈ LED മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ കത്തുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു LED നമുക്ക് ഇനി തിരിച്ച് വെച്ച് നോക്കാം. തിരിച്ച് വെച്ചാൽ വർക്കാകത്തില്ല, കാരണം ഡയോഡാണല്ലോ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡൊന്നുമല്ല പറയുന്നത്. അപ്പം പൊളാരിറ്റി മാറുന്നതനുസരിച്ച് വർക്കാകത്തില്ല. പക്ഷേ ഇനിയിപ്പം വേറൊരു LED ഞാൻ കാണിച്ചു തരാം. ഗ്രീൻ LED ആണ്. ഇത് മൾട്ടിമീറ്ററിൽ നന്നായിട്ട് വർക്കാകുന്നുണ്ട്. കണ്ടോ, ഈ LED എടുക്കുന്നത് 2.2 വോൾട്ടാണ്. അപ്പോൾ അതും ഓക്കെയാണ്, LED വർക്കാകുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ തിരിച്ച് വെച്ച് നോക്കുകയാണ്. തിരിച്ച് നോക്കുമ്പോൾ വർക്കാകത്തില്ല. നമുക്കിനിയിപ്പം ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ഫാൾട്ടി ആയിട്ടുള്ള LED ഞാൻ റിമൂവ് ചെയ്തുകൊണ്ട് വന്ന LED ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഈ LED വേണ്ട രീതിയിൽ പ്രകാശിക്കുന്നില്ല, കണ്ടോ. പക്ഷേ ആ LED എടുക്കുന്ന വോൾട്ടേജ് അവിടെ മൾട്ടിമീറ്ററിൽ കാണിക്കുന്നുണ്ട്, 2 വോൾട്ട് എടുക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ LED പക്ഷേ വർക്കിംഗ് അല്ല. കണ്ടോ, മൾട്ടിമീറ്ററിൽ 2 വോൾട്ട് എന്ന് കാണിക്കുന്നുണ്ട്, 2 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ LED വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വോൾട്ടാണ്, പക്ഷേ LED വർക്കിംഗ് അല്ല. ഇതാണ് ആ ഡിസ്പ്ലേ ബോർഡിലും സംഭവിക്കുന്നത്. കാരണം ഡിസ്പ്ലേ ബോർഡിൽ നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് ഈ LED വർക്കിംഗ് അല്ല, പക്ഷേ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ LED വർക്കിംഗ് ആണ്. ഇപ്പോൾ ചില കേസിൽ ചില കമ്പോണൻസ് നമുക്ക് മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ
ചില സമയത്ത് അത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഞാൻ ഈ LED ഫാൾട്ടായിട്ടുള്ള LED അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മൾട്ടിമീറ്ററിൽ ഈ LED ഫാൾട്ടിയാണ്. അതുപോലെ ചില ഇലക്ട്രോണിക്സ് കമ്പോണൻസ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പാസ്സായിരിക്കുമെങ്കിലും അതിൻ്റെ മറ്റ് ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ ഫാൾട്ടി ആയിരിക്കും. അതുകൊണ്ടാണ് ചില ബോർഡുകൾ ചില സമയത്ത് ചിലർക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാതെ വരുന്നതിൻ്റെ കാര്യം. അവർ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് മൾട്ടിമീറ്റർ വെച്ച് മാത്രമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് ചില കമ്പോണൻസ്. അപ്പോൾ മൾട്ടിമീറ്ററിൽ ചില കമ്പോണൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് പാസ്സായിട്ട് പോകും, ഫാൾട്ടായിട്ട് കാണിക്കത്തില്ല. പക്ഷേ അത് മറ്റ് രീതികളിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് അത് ഫാൾട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ LED ഡിസ്പ്ലേയിൽ ആ ഡിസ്പ്ലേ തന്നെയുള്ള മറ്റ് LEDകൾ ഞാൻ മൾട്ടിമീറ്റർ വെച്ച് കത്തിച്ച് കാണിക്കാം. അപ്പോൾ ഇത് അതേ സെയിം LED ആണ്, ഞാൻ ഫാൾട്ടി എന്ന് പറഞ്ഞ അതേപോലുള്ള LED ആണ്. അപ്പോൾ ഞാനിവിടെ മൾട്ടിമീറ്റർ വെച്ച് ഇതുണ്ട് 2.3 വോൾട്ടേജ് എടുക്കുന്നുണ്ട്. കാണിക്കാം. നമുക്ക് ഈ LED നമുക്ക് മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്യാം. നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ഇതേ സെയിം ഒരു LED ആണ് നമുക്ക് ഫാൾട്ടായിട്ട് കിട്ടിയത്. അപ്പം നമുക്ക് മൾട്ടിമീറ്ററിൽ ഫെയിലായിപ്പോയി, പക്ഷേ അഡാപ്റ്ററിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പാസ്സായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചില കമ്പോണൻസുകൾ ചിലപ്പം ചില സർവീസ് ചെയ്യുന്നവരുടെ കൺഫ്യൂഷൻ ആക്കാറുണ്ട്. ചില സമയത്ത് മൾട്ടിമീറ്ററിൽ പാസ്സാകും, മറ്റ് ചില ഫങ്ഷൻ ടെസ്റ്റുകളിൽ ഫെയിലായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അഡാപ്റ്ററിൽ ഞാൻ കാണിച്ച LED പാസും മൾട്ടിമീറ്ററിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഫെയിലായിട്ടുമാണ് കാണിച്ചത്. അപ്പോൾ ഞാനത് കസ്റ്റമർ പ്ലേസിൽ തന്നെ മൾട്ടിമീറ്റർ വെച്ചാണ് ടെസ്റ്റ് ചെയ്തത് LED. അപ്പോൾ അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴേ ഫാൾട്ടായിട്ട് കാണിച്ചതുകൊണ്ട് ഞാൻ വേറെ LED റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. അത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചില ടെസ്റ്റുകളിൽ നമുക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിലുള്ള ചില പെർഫോമൻസ് ചില കമ്പോണൻസുകൾ കാണിക്കാറുണ്ട്. അതിന് കൂടുതൽ ടെസ്റ്റുകളും കൂടുതൽ നോളജുമാണ്, എക്സ്പീരിയൻസൊക്കെയാണ് ആവശ്യം. അപ്പോൾ ഈ ചാനൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമാണെങ്കിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഇത് കണ്ടോ, ചെറിയ രീതിയിലാണത് ഈ LED മൾട്ടിമീറ്ററിൽ ചെറിയ രീതിയിലേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.